ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, വിശ്വാസവും ദേവാലയവും വൈദികരും സന്യസ്തരും അൽമായരും എക്കാലത്തും സംരക്ഷിക്കപ്പെടണമെന്നും വിശ്വാസത്തിൽ മായം ചേർക്കാനോ വിശ്വാസത്തിന് മേലുള്ള കടന്നുകയറ്റം കണ്ടില്ല എന്ന് വയ്ക്കാനോ സാധിക്കില്ലെന്നും പാലാ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞു. ഏത് വിഷയത്തിലാണ് അദ്ദേഹം പറഞ്ഞത്? ഞാന് അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ ഒരു കാര്യത്തോടും യോജിക്കുന്ന ആളല്ല. പക്ഷേ മറ്റുള്ളവന്റെ മനുഷ്യാവകാശത്തെ ഹനിക്കാതെ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ എല്ലാവർക്കും പിന്നെ റൈറ്റ്സ് ഉണ്ട്. ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ വിശ്വാസം പറയാൻ അദ്ദേഹത്തിന് റൈറ്റ്സ് ഉണ്ടല്ലോ. അദ്ദേഹം അത് പറഞ്ഞോട്ടെ. ഒരിക്കലും എൻ്റെ മതനിരാസത്തെ അത് ബാധിക്കുന്നില്ലെങ്കിൽ എനിക്കിത് പ്രതികരിക്കേണ്ട കാര്യമില്ല. പൂഞ്ഞാറ് സെന്റ് മേരീസ് ഫെറോന പള്ളി അസിസ്റ്റന്റ് വികാരിയായ ഫാദർ ജോസഫ് ആറ്റിച്ചാലുണ്ടല്ലോ, അദ്ദേഹത്തെ അപായപ്പെടുത്തി കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിന് പിന്നാലെ പള്ളിയിൽ സന്ദർശനം നടത്തി സംസാരിക്കുമ്പോഴാണ് കല്ലറങ്ങാട്ട് പാലാ പിതാവ് ഇത് പറഞ്ഞത്. അദ്ദേഹത്തിന് അനുഭവമുണ്ട്. നമ്മുടെ നാട്ടിൽ ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ തല വെട്ടാനും നാക്ക് വെട്ടാനും ഒക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിന് ഒരു പരിച പോലെ നിന്നത് ഈ കേരളത്തിന്റെ മതേതര മലയാളികളായിരുന്നു. അദ്ദേഹത്തിന് ചുറ്റും നിന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപാട് തലകൾ വെട്ടാനുള്ള കത്തികൾ നിങ്ങൾ മൂർച്ച കൂട്ടിക്കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് മലയാളികൾ നെഞ്ചി വിരിച്ചു നിന്ന് അദ്ദേഹത്തെ സംരക്ഷിച്ചു. സഭയുടെ സത്യവിശ്വാസം സംരക്ഷിക്കപ്പെടണമെന്നത് ഓരോ വിശ്വാസിയുടെയും ദൗത്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം വിശ്വാസം സമഗ്രമായി പ്രഘോഷിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കണം. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു നിയമമുണ്ടല്ലോ. ഓരോ വിശ്വാസിക്കും അവരുടെ മതം പ്രചരിപ്പിക്കാനും ഫോളോ ചെയ്യാനും ഒക്കെയുള്ള റൈറ്റ്സ് ഉണ്ട്. മതമില്ലാത്തവർക്ക് അവരുടെ വിശ്വാസം, അവരുടെ ബോധ്യങ്ങൾ, അവരുടെ യുക്തി പ്രചരിപ്പിക്കാനുള്ള റൈറ്റ്സും ഉണ്ട്. ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രം അവരുടെ മതം ഫോളോ ചെയ്യാനും മറ്റെല്ലാ മതവിഭാഗത്തെയും അടിച്ചമർത്താനും ഒന്നുമുള്ള റൈറ്റ്സ് നമ്മുടെ നാട്ടിലില്ല. വെള്ളിയാഴ്ചത്തെ സംഭവങ്ങളെ നിയമപരമായും ആത്മീയമായും കൈകാര്യം ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിലൊരു വിട്ടുവീഴ്ചയും പാടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം അദ്ദേഹം പറഞ്ഞ ശ്രദ്ധേയമായ ഒരു വിഷയമാണ് എന്നെ ഇത് ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഈ വാർത്ത. ഇതിന്റെ വൈകാരികമായ തലം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം അദ്ദേഹം അനുഭവസ്ഥനം. കാരണം പെട്ടെന്ന് വ്രണപ്പെടുന്ന വികാരത്തിന്റെ ആളുകളാണ് എതിർഭാഗത്തുള്ളത്. അതുകൊണ്ട് ഇതിന് രാഷ്ട്രീയ തലം മാത്രമല്ല, മതതലം മാത്രമല്ല, ഒരു വൈകാരിക തലം കൂടിയുണ്ട്. അത് സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം. ആ വാക്കിൽ എല്ലാം ഉണ്ട്. അദ്ദേഹം അനുഭവിച്ചു വന്ന ഒരുപാട് തീജ്വാലകളുടെ നടുവിലൂടെ വന്നപ്പോഴുണ്ടായ പൊള്ളലുകൾ അദ്ദേഹത്തിന് അറിയാം. അടിയന്തിരമായി ചേർന്ന പള്ളി കമ്മിറ്റി യോഗം സംഭവത്തിൽ നടുക്കവും ശക്തമായ പ്രതിഷേധവും രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ വിഷയത്തില് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. പ്രധാനപ്പെട്ടത്, ഈ പ്രതികൾക്കൊന്നും പേരില്ല. പള്ളി അങ്കണത്തിലേക്ക് ഇരച്ചു കയറി കാറുകളിലും ബൈക്കുകളിലും ഒക്കെയായി 27 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വേറെ എങ്ങും സ്ഥലമില്ലായിരുന്നു. അവരുടെ ആരാധന നടന്നുകൊണ്ടിരിക്കുമല്ലേ അവരുടെ ദേവാലയത്തിൽ. മുസ്ലിങ്ങൾ തറാവി നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വിഷയം അരങ്ങേറിയിരുന്നതെങ്കിലോ. അപ്പോ ഞമ്മന്റെ ആളുകൾക്ക് കൊമ്പം തുമ്പിക്കയ്യുമുണ്ട് ഈ നാട്ടിലല്ലേ. അതൊക്കെ ഇപ്പോ നടക്കുക, അതൊക്കെ ഇപ്പൊ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന വസ്തുതകളാണ്. ഇത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതമല്ലേ. മുഹമ്മദ് അലി ജിന്നയൊക്കെയാണ് ഭരിക്കുന്നതെങ്കിൽ നമുക്ക് വിചാരിക്കാമായിരുന്നു. ഒരുപക്ഷെ നമ്മുടെ താളത്തിനൊത്തൊക്കെ തുള്ളുന്ന രൂപത്തിലുള്ള നിയമങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അതല്ലെങ്കിൽ കോൺഗ്രസ് ആണെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാമായിരുന്നു. മുമ്പും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇന്ദിരാഗാന്ധി മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ച് തന്നെയാണ് പിടിച്ചു നിന്നത്. രാജീവ് ഗാന്ധിയും അങ്ങനെ തന്നെയാണ് പിടിച്ചു നിന്നത്. രാഹുൽ ഗാന്ധി ഇപ്പോൾ നിൽക്കുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഗണ്ഡി കുടുംബത്തെ പോലെ അല്ലല്ലോ. ഈ രാജ്യത്തിന്റെ മതേതരത്വം പിടിച്ചു നിർത്തണമെന്നും ഇത് നശിക്കരുതെന്നും ആഗ്രഹിക്കുന്ന ഒരു കേന്ദ്ര ഭരണമുള്ളപ്പോൾ ഒരു വിചാരിക്കുന്ന രൂപത്തിലും ഈ രാജ്യത്തെ തകർക്കാൻ പറ്റും. ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രം പ്രത്യേകത, മറ്റുള്ളവരൊക്കെ എന്തേ ചണ്ടികളോ. അതുകൊണ്ട് ഈ വിഷയത്തിൽ വ്യത്യസ്തമായ വെളിപ്പെടുത്തലുകളുമായി വന്നിരിക്കുകയാണ് നമ്മുടെ ശ്രീ പി സി ജോർജ്. നമ്മുടെ പൂഞ്ഞാർ സെന്റ് മേരീസ് ഫൊറോനപ്പള്ളിയുടെ മൈതാനത്ത് വെച്ച് ഒറ്റത്തുമേനുണ്ടായ ആക്രമണം. ഫൊറോനയാണല്ലേ? ഞാനിതുവരെ ഫെറോന എന്നാ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വേദന പ്രതിഷേധാർഹമാണ്. 29 പ്രതികളാണുള്ളത്. അതിൽ
27 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 15 നോക്കി, പിന്നെ അവസാനത്തിന് ഇപ്പൊ 27 അത് എനിക്ക് എന്നെ കടന്നു കൊടുപ്പിച്ചാൽ സംഭവിക്കും. ഇതെനിക്ക് ഒരു സങ്കടം. ഇപ്പം ഒരു പ്രചരണം നടത്തുന്നതെന്ന് വെച്ചാൽ ഈ പ്രതികളെല്ലാം ക്രിസ്ത്യാനികളാണ് പറയും. എന്ത് തർത്തിക്ക് മറക്കാത്തവരും പറയാൻ പഠിക്കാത്ത ഒരു വിഭാഗമായി ചില പ്രവർത്തകർ മാറുന്നത് ദുഃഖകരമാണ്. അതായത് സ്വന്തം പള്ളിയിൽ ഇങ്ങനെ ആരാധന തടസ്സപ്പെടുത്തിയ ജിഹാദികൾ എന്ത് പെട്ടെന്നാണ് ക്രിസ്ത്യാനികളായി മാറിയത് എന്ന് ആലോചിച്ചു നോക്കാം. അദ്ദേഹം പറഞ്ഞത് ഞാൻ സ്പീഡ് കൂട്ടിയതുകൊണ്ട് പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, കുറച്ചു. 29 പ്രതികളാണുള്ളത്. അതിൽ 27 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 15 നോക്കി, പിന്നെ അവസാനത്തിന് ഇപ്പൊ 27 അത് എനിക്ക് എന്നെ കടന്നു കൊടുപ്പിച്ചാൽ എങ്ങനെ സംഭവിക്കും. ഇതെനിക്ക് ഒരു സങ്കടം. ഇപ്പം ഒരു പ്രചരണം നടത്തുന്നതെന്ന് വെച്ചാൽ ഈ പ്രതികളെല്ലാം ക്രിസ്ത്യാനികളാണ് പോലെ എന്ത് തർത്തിക്ക് മറക്കാത്തവരും പറയാൻ പഠിക്കാത്ത ഒരു വിഭാഗമായി ചില പ്രവർത്തകർ മാറുന്നത് ദുഃഖകരമാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട 27 പേര് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് മാത്രമല്ല ഈയിടെ NIA അറസ്റ്റ് ചെയ്ത പോപ്പുലർ നേതാവിന്റെ മകനാണ് കൊണ്ടുപോയി. അപ്പൊ പിന്നെ എനിക്ക് കൊണ്ട് വർത്താനം പറയണ്ടല്ലേ, ഞാൻ അത്രയും പറയേണ്ടെന്ന് തീരുമാനിച്ച, പക്ഷേ ഇത് പറയാതിരിക്കാൻ മേലാത്തോട് പറയുക. NIA അറസ്റ്റ് ചെയ്ത പോപ്പുലർ ഫണ്ടിന്റെ നേതാവിന്റെ മകനാണ്. വേറൊരു രസം പറയാം. ഇപ്പൊ അവിടുത്തെ ക്രിസ്ത്യാനികൾ 5 പേരെ കണ്ടാൽ അറിയാവുന്ന 5 പേരെ ഒരു കേസെടുത്തിട്ടുണ്ട്. അത് സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഒരു ഉദ്യോഗസ്ഥൻ, ഒരു പോലീസുകാരന്റെ മൊഴിയെടുത്ത സാധനം. ആ ഉദ്യോഗസ്ഥൻ ആരാന്നറിയാമോ? NIA അറസ്റ്റ് ചെയ്ത പോപ്പുലർ ഫണ്ട് നേതാവിന്റെ അനിയനാണ്. മതിയുള്ളൂ ഒരുപാട് വർത്താനം പറയണം. അവന്റെ മൊഴിപ്രകാരമാണ് 5 ക്രിസ്ത്യാനി പേര് കേസെടുത്തത്. ക്രിസ്ത്യാനി എന്ത് ചെയ്തിട്ടാണ് കേസെടുത്തിരിക്കുന്നത്? അവനെ തെറ്റിയത്. കള്ളക്കേസെടുത്ത് നമ്മുടെ പിള്ളേരെ അറസ്റ്റ് ചെയ്യാന്നാണ് പോലീസിന്റെ പ്ലാനെങ്കിൽ അത് വലിയ വില കൊടുക്കുന്നു. അപ്പോ ആ ക്രിസ്ത്യൻ ചർച്ചിലേക്ക് കയറിയത് വെറുതെയല്ല, ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചത് വെറുതെയല്ല. പോപ്പുലർ ഫ്രണ്ട് ഭീകരരുടെ കുടുംബാംഗങ്ങളാണ് അവരെല്ലാം. അനിയനും മകനും NIA അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ ഭീകരന്റെ കുടുംബാംഗങ്ങൾ നമ്മുടെ നാട്ടിൽ മതസ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നാ പറയുന്നത്. ഇവരെ കുറിച്ച് നമ്മൾ പറഞ്ഞാൽ, ഇവരെ കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ നമുക്കെതിരെ കേസ് വരുന്നു. പോപ്പുലർ ഫ്രണ്ട് ഭീകരന്റെ അനുജനും മകനുമാണെങ്കിൽ അവര് പേര് പുറത്തു വിടുമോ? നമ്മുടെ പജ്ഞ വെളിച്ചം വലിയ വില അവർ പ്രതീക്ഷിക്കുന്നതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി. ഞാൻ പറഞ്ഞൊന്നും വ്യത്യാസം വരാറില്ല, മര്യാദ ഇരുന്നാൽ കൊള്ളാം. അതെനിക്ക് പറയാം. ഇവിടെ ഈരാറ്റോടിന്റെ ഇടയ്ക്ക് ഒരു യോഗം. ഞാൻ ചോദിക്കുക, പൂഞ്ഞാർ പള്ളിയിലുണ്ടാകുന്നത് പൂഞ്ഞാറിലെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാതെ ഈരാറ്റോട്ടക്കാരൻ എങ്ങനെ ഒരു അനുരഞ്ജന യോഗം നടക്കുന്നത്? ഈരാറ്റോട്ട് എന്താ കാര്യം? ഈരാറ്റോട്ടക്കാരൻ പോയല്ലേ വൃത്തി നടത്തിയിരിക്കുന്നത്. ഞാൻ തന്നെ ഇവിടെ നിന്ന് അനുരഞ്ജനം ആരോടാണ് നടത്തുന്നത്? അരുത്തപ്പള്ളി ഒരു ഭാഗം വിചാരിച്ച അങ്ങനെ തീടെ വന്ന് അങ്ങനെ കൊണ്ടുപോയി അങ്ങനെ ഇപ്പൊ തെരുകേണ്ട പള്ളിക്ക് പുറത്തിറക്കാൻ പറ്റുന്നത്. ഇതൊക്കെ മര്യാദകളാണ്. ഞാൻ പച്ചയ്ക്ക് പറയാം, ഇതൊക്കെ മര്യാദകളാണ്. ഒരു സമൂഹം ഇങ്ങനെ എന്ത് ചെയ്യുന്നവരായി, എന്ത് വൃത്തികേടും ചെയ്യുന്നവരായി വളർന്നു വരുന്നെങ്കിൽ ഈരാറ്റോടെ മുസ്ലിം സമൂഹത്തിന് മുഴുവൻ അപമാനമാണ്. ഇപ്പൊ കച്ചവടം ഉൾപ്പെടെ തകർന്നുകൊണ്ടിരിക്കും ഈരാറ്റുപേട്ടയ്ക്ക്. ഇത് താഴ്ന്ന കാരണം എന്താ? ഈരാറ്റുപേട്ടക്കാരെ എല്ലാവരെയും തുല്യമായി കാണുന്നു ജനം. അത് ശരിയല്ല. ഈരാറ്റുപേട്ടിൽ ഒരു വിഭാഗം ഇങ്ങനെ വൃത്തികെട്ടന്മാരും ഭീകരവാദികളും രാജ്യദ്രോഹികളായിട്ട് വളർന്നു വരുന്നെങ്കിലും ബഹുഭൂരിപക്ഷം മുസ്ലിം സഹോദരങ്ങളും രാജ്യസ്നേഹികളും നാടിനെ ഇഷ്ടപ്പെടുന്നവരും നമ്മുടെ മതസൗഹാർദ്ദത്തിന് വേണ്ടി എന്ത് ത്യജിക്കാൻ തയ്യാറുള്ളവരുമാണ്. അവരെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഏറ്റവും വലിയ വർഗീയവാദിയായി ഇന്നലെ കഴിഞ്ഞ ദിവസം വികാരിച്ചെ വിളിച്ചുകൊണ്ട് പോയി. ആ വികാരിച്ച് ഞാൻ ഇവരോട് പോയതിനു ശേഷം പറയാം, അയാള് തൊപ്പി വെച്ച് അയാൾ ഒരു മാന്യമാണോ? തൊപ്പി വെക്കുന്ന മാന്യമാവും. ഏറ്റവും വലിയ തൊപ്പി വെക്കുന്നതിന് എല്ലാം മാന്യമാണെങ്കിൽ നിലപ്പുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അവരാണ് വികാരിച്ചെ പിടിച്ചുകൊണ്ട് പോയത്. വികാരിച്ച പാവം കരുതിക്കൊണ്ടിരിക്കുക. മതസൗഹാർദ്ദ സമ്മേളനം എന്ന് പറയും. മതസൗഹാർദ്ദ സമ്മേളനം വെച്ചാൽ ഈ ഭീകരന്മാർ മാത്രം കൂടി അന്യത്തോളം വിചാരിക്കുക നടക്കും. ഞാൻ ഇത് പറയാൻ കാരണം ഈരാറ്റുപേട്ടയ്ക്ക് ഇപ്പോൾ വലിയ അപകടകരം എന്ന നിലയിലാണ്. ഇത് മാറിയില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടങ്ങളെ പറ്റി എനിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ്. ഏതായാലും 27 പേരെ അറസ്റ്റ് ചെയ്തു. അതിൽ 10 പേര് പിള്ളേരാണ്. ശരി, 10 പേര് പിള്ളേരായതുകൊണ്ട് ആ പിള്ളേര് ഈയൻ പരിപാടിക്ക് വിട്ടത് കാരണം അറിയാതെയാണ്. പ്രായപൂർത്തിയാകാത്ത പിള്ളേര് സുപ്രീം കോടതി വിധിയപ്രകാരം ഈ വണ്ടിക്കേസിലൊക്കെ പ്രതിയാക്കാൻ പറഞ്ഞിരിക്കുക. തന്തേക്കോടെ മനസ്സിലായി എന്ന് പറഞ്ഞ പോലെ ഇതൊരു വർഗീയ സംഘടനത്തിന് വേണ്ടി വർഗീയ വികാരം ഉണർത്തുന്ന രീതിയിലുള്ള വൃത്തികെട്ട നടപടിക്ക് പോയ പിള്ളേർക്ക് ആ പിള്ളേരെ തന്തമാരെ കൂടെ പ്രതിയാക്കണമെങ്കിൽ ഇനി മേൽ ഇതുണ്ടാകാതെ. കാരണം നമ്മുടെ നെഹ്റ DGP പെൻഷൻ പറ്റി പോകുന്ന തലേദിവസം പത്രസമ്മേളനം നടത്തിയല്ലോ. കേരളത്തിൽ 100 സ്ലീപ്പിംഗ് പോയിന്റ് ഉണ്ടെന്ന്. അതിന് മെയിൻ സ്ലീപ്പിംഗ് പോയിന്റ് ഈരാറ്റുപേട്ടയാണെന്ന് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായി? അങ്ങനെ ഇമ്മ പറയും ഏറ്റവും വലിയ ഭീകരന്മാർ വളർന്ന നാടായിട്ട് ഈരാറ്റുപേട്ട. നമ്മുടെ മക്കൾ പോകുമ്പോൾ മക്കൾ ഏത് രൂപത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങളിലേക്കാണ് പോകുന്നത് എന്ന് അറിയാനും അവരെ നിയന്ത്രിച്ച് നിർത്താനുമുള്ള ബാധ്യതയുള്ള മാതാപിതാക്കൾ. ഈ 10 പേരും പള്ളി അങ്കണത്തിലേക്ക് നടന്നൊരു കൊലപാതക ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ
പാപ്പമാരെ പിടിച്ചോണ്ട് പോകണമെന്നേ പറ്റുമെങ്കിൽ ഉമ്മമാരെ കൊണ്ടേക്കും. ആ മറുകടന്ന് നന്നാക്കണ്ടായിരുന്നു. പിന്നെ ഈ പോലീസ് ക്യാമറ വെച്ചിരി എനിക്ക് ചിരി വരികയാണ്. ഈരാറ്റോട് മുനിസിപ്പാലിറ്റി ഏറ്റവും കൂടുതൽ കൊള്ള നടക്കുന്നത് എവിടെയാണ്? നിയമലംഘനം നടക്കുന്നിടത്തല്ലേ ക്യാമറ വെക്കുന്നത്. ഈരാറ്റോടെ ക്യാമറ ചരിത്രപ്പള്ളിയിൽ പറയാം. കാരണം പള്ളി വരുന്നവരെല്ലാം കാണുക എന്നുള്ളതല്ലാതെ ആ ക്യാമറയ്ക്ക് വേറെ പണിയില്ല. അവിടെ ആരും നിയമത്തോടെ ചെയ്യുന്ന ചരിത്രപ്പള്ളിയിൽ ആരും വൃത്തിയോട് കഴിയില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ വണ്ടി ഒന്നും ചെയ്യാതെ 4 പേര് ഈ മോട്ടോർ യാത്ര ചെയ്യുക, തലയിൽ വെക്കുകയില്ല. എല്ലാ നിയമത്തെ പോലെ നടത്തുന്ന സ്ഥലങ്ങളുണ്ട്. ഈരാറ്റോടെ 2 സ്ഥലങ്ങളാണ്. ആ 2 സ്ഥലത്ത് ക്യാമറ ഇല്ല. അപ്പൊ ഈ ക്യാമറ വെച്ചാൽ ഈ പോപ്പർ ഗവൺമെന്റുകാരെന്ന് വൃത്തികെട്ട റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വെച്ച് ക്യാമറ നടത്താം. ആരെ സംരക്ഷിക്കാനാണ് ഈ ക്യാമറകൾ പ്രധാനമായും അപകടങ്ങൾ നടക്കുന്ന, നിയമലംഘനങ്ങൾ നടക്കുന്ന സ്ഥലത്ത് നിന്നും ഒഴിവാക്കിയത്? ഇതൊക്കെ തുറന്നു പറയുന്നത് കൊണ്ടല്ലേ PC ജോർജിനെ ഒതുക്കാൻ എന്തു വ്യഗ്രതയായിരുന്നു നിങ്ങൾക്ക്? PC ജോർജിന്റെ കയ്യിൽ ഒരു വിലങ്ങ് വീഴാൻ ഇവിടെ ക്രിസ്ത്യാനികളടക്കം മത്സരിച്ചിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ തുറന്നു പറയുന്നത് കൊണ്ടാ PC ജോർജ് പലരുടെയും കണ്ണിലെ കരടായി മാറിയത്. ഈ നാടിനെ നശിപ്പിക്കുന്ന റിപ്പോർട്ട് കൊടുക്കുന്ന ആരാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഈരാറ്റുപള്ളിയിലെ അലമ്പ സ്ഥലങ്ങൾ, ഏറ്റവും എല്ലാ വൃത്തികളും നടക്കുന്ന സ്ഥലം 2 ആ 2 ഈ ക്യാമ്പായി. അതിന്റെ കാരണം അപ്പം ഇവന്മാർക്ക് ഈ പൂക്കൃത്രം കാണിക്കണം, അവരെ പിടിക്കണം. ഇതാരെ പോപ്പർ ഫ്രണ്ടുകാർ. ഏതായാലും ഇതൊക്കെ ഒന്നും ജനങ്ങൾ അറിയാൻ പോലെ അനുവദിക്കുക പ്രശ്നമില്ല. എല്ലാം രഹസ്യം വെക്കുക. പ്രതികളുടെ പേര് പറഞ്ഞാൽ പ്രതികളുടെ പേര് അറിയണ്ടേ? ആരാന്നറിയണ്ടേ? എന്നിട്ട് പറഞ്ഞാൽ ക്രിസ്ത്യാനിയാണ്, നല്ല മുസ്ലിങ്ങളാണ്. ഞാനത് പച്ചയ്ക്ക് പറയാം. എന്തിനും വർഗീയമായിട്ടൊന്നും ഞാൻ പറയാം. എനിക്ക് വർഗീയത പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇത് അനുവർത്തിക്കാൻ പാടില്ല. ക്രൈസ്തവ പള്ളി ദേവാലയത്തിൽ മാത്രമല്ല, ഹൈന്ദവ ക്ഷേത്രത്തിലാണെങ്കിൽ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ മുസ്ലിം പള്ളിയിലാണെങ്കിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ നയനാരം പള്ളി, നേരാൻ മോസ്ക്, ആ മോസ്കിനകത്ത് ഇത് നടന്നെങ്കിലും കൊലപാതകം നടക്കുന്നത്. ഇതൊക്കെ ഈരാറ്റുപള്ളിയിലെ മറ്റ് ആളുകൾ ചിന്തിക്കാൻ വേണ്ടി പറയും. ഇതൊക്കെ നിർത്തണം. ഈ പരിപാടി നിർത്തിപ്പോണം. പണ്ട് കാലം ഈരാറ്റുപേട്ട എങ്ങനെയായിരുന്നു? അന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നു. അതിലൊക്കെ കൂടെ പോയി കിടന്ന കഞ്ഞൂടെ നടക്കൂടായിരുന്നു. ഇപ്പൊ കള്ളക്കടത്ത് പിടിച്ചു പറി അങ്ങനെ പല കാര്യങ്ങളായിട്ട് കാശൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എന്തും ആകാം എന്ന നിലയിലേക്ക് പോകരുത്. അത് ഗുണകരമല്ല. അത് നിർത്താമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ഇപ്പോ ധാരാളം പണം വന്നു, വിദേശ പണത്തിന്റെ ഒഴുക്ക് വർദ്ധിച്ചപ്പോൾ മനുഷ്യന് പട്ടിണിയുടെ വിലയൊന്നും മനസ്സിലായിട്ടില്ല. അത് കഴിഞ്ഞപ്പോഴാണ് തീവ്രവാദത്തിലേക്ക്, തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ഒക്കെ നമ്മുടെ നാട്ടിലെ യുവാക്കൾ മാറാൻ തുടങ്ങി. ഈരാറ്റുപേട്ട നിർബന്ധമായും NIA ഓഫീസ് തുറക്കണമെന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മുടെ സമൂഹത്തിൽ നിന്നും അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളൊന്നും മറന്നിട്ടില്ലല്ലോ. ഇതൊക്കെ ഒന്നും തുറന്ന് പറയാൻ ആയിരക്കണക്കിന് PC ജോർജുമാർ വേണം നമ്മുടെ സമൂഹത്തിൽ. നന്ദി.